ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലത്ത് വളരെയധികം കണ്ടുവരുന്ന വയറിളക്ക രോഗങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, വേനൽക്കാലത്ത് ജലത്തിൻ്റെ ദൗർലഭ്യം വരുന്തോറും മലിനജലം നമ്മളുടെ ഭക്ഷണത്തിൽ കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് തന്നെ എല്ലാവർക്കും വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരുമാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും ഭക്ഷണം കഴിക്കും. അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു റിസ്ക്കാണ് വയറിളക്ക രോഗങ്ങളെന്ന് പറയുന്നത്. സാധാരണ വേനൽക്കാലത്ത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വയറിളക്കങ്ങൾ, പ്രത്യേകിച്ചും ലിവറിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട്. അതുമാത്രമല്ല, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, അതായത് വയറുകടി, പിന്നെ സാധാരണ ഡയറിയൽ ഡിസീസ്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ്, ഇതൊക്കെ വയറിളക്കമായിട്ട് പ്രത്യക്ഷപ്പെടാം. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി വൈറസ് ആണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അതായത് തനിയെ തന്നെ അത് മാറിക്കോളും. പക്ഷെ പ്രശ്നം ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം വന്നാൽ വളരെ ഡേഞ്ചറസ് ആകാൻ പറ്റുന്ന ഒരു കണ്ടീഷനുമാണ് വയറിളക്ക രോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അഥവാ വയറിളക്ക രോഗം വന്നാലും വളരെയധികം ഭയക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. കാരണം സാധാരണ തനിയെ ഇത് മാറും. ഒരു 1-2-3 ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിർജ്ജലീകരണം വരാതെ സൂക്ഷിക്കുക എന്നതാണ് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജലത്തിൻ്റെ സോഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എവിടെ നിന്നാണ് ആ വെള്ളം. പിന്നെ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക. കഴിവതും ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. അഥവാ പഴങ്ങളൊക്കെ കഴിക്കേണ്ടി വന്നാലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. വീണ്ടും നിർജ്ജലീകരണത്തിലേക്ക് തിരിച്ചു വരാം. നിർജ്ജലീകരണം എന്ന് പറയുന്ന ശരീരത്തിൽ നിന്നും എത്രത്തോളം ജലം നഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ ഈവൻ കിഡ്നീസ് വരെ, അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കിഡ്നികൾ പ്രവർത്തനരഹിതമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വയറിളക്ക രോഗങ്ങൾ ബാധിക്കുകയാണെങ്കിലും ശരി, അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ആ നഷ്ടപ്പെടുന്ന ജലത്തിനെ തിരികെ ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. തിളപ്പിച്ചാറിച്ച വെള്ളം കൊണ്ടും സാധാരണ കഞ്ഞിവെള്ളം, ഉപ്പിട്ട് നാരങ്ങ വെള്ളം, ഇതെല്ലാം കൊണ്ടും ഇത് ചെയ്യാം. ഒരുപാട് വോമിറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് അതിനുള്ള ചികിത്സ, തീരെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ IV ഫ്ലൂയിഡ്സ്, ഇതൊക്കെയാണ് നിർജ്ജലീകരണത്തിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാധാരണ വയറിളക്ക രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകളോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ടൈഫോയിഡ് പോലുള്ള ബാക്ടീരിയൽ അസുഖങ്ങളും ഈ വയറിളക്ക രോഗങ്ങളായിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരികയുള്ളൂ. അത് വയറിളക്ക രോഗങ്ങൾ 2-3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ടൈഫോയിഡ് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വയറിളക്ക രോഗങ്ങൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂട് കാലത്ത്. എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം, അതിന് പ്രതിവിധി ചെയ്യുകയും വേണം.